ഒന്നുകൂടി നോക്കട്ടെ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളാരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊപ്പി ഈസ് ബാക്ക്. തൊപ്പിയെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. തൊപ്പി തിരിച്ചു വന്നിരിക്കുകയാണ്. അതേസമയം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ചെയ്യാത്തവരും വീഡിയോ കുറച്ചൊന്ന് ലെങ്തായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്കും അതൊരു ചെറിയ ഉപകാരമായേനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ തൊപ്പി തിരിച്ചു വന്നിരിക്കുകയാണ്. തൊപ്പിയുടെ തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ തൊപ്പി കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറേ വിവാദത്തിലൊക്കെ പെട്ട സമയത്ത് അദ്ദേഹം വീട്ടിൽ പോവുകയും വീട്ടിൽ നിന്ന് പുള്ളിയുടെ നേരെ കഥ കടക്കുകയും പുള്ളിക്ക് വീട്ടിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായും പുള്ളി MRC തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടറിനെ മുടി വെട്ടി അവസാനിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു മാസമല്ല, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 100 ദിവസത്തോളം എടുത്തതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ക കംബാക്ക്. ഇതാ കണ്ടോ. ഇൻട്രോ മ്യൂസിക് വേണം. ചേട്ടറ എടാ ക്യാമറ ഓണാക്കാൻ തോന്നുന്നില്ലടാ. എനിക്ക് ക്യാമറ ഓണാക്കാൻ പേടിയാതെ എനിക്ക് എന്തോ ചമ്മലും നാളെല്ലാം വരുന്നടാ. എനിക്ക് എന്തെന്നാ എനിക്ക് എന്തോ എന്റെ തലയിലൊന്നും ഇല്ലാത്ത പോലെ എന്താ മുടി പോയോണ്ടാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്കെന്തോ ബീജം ഇട്ട സെട്ടോ. ബീജം ഇട്ട കുറച്ച് കോൺഫിഡൻസ് കിട്ടും. ഓക്കെ. ഇത് മാർക്കോയുടെ ബീജം ഞാൻ കട്ട് ചെയ്ത് കളയും, ഇല്ലേ കോപ്പിറൈറ്റ് അടിക്കും. നടക്കുമെന്ന് തോന്നില്ല. ഓക്കെ, അങ്ങനെ തൊപ്പി തിരിച്ചു വന്നിരിക്കുകയാണ്. തൊപ്പി തിരിച്ചു വന്നതിനെ കുറിച്ചല്ല, എനിക്ക് പേഴ്സണലി തൊപ്പി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ അത്ര താല്പര്യമില്ല. അതായത് പുള്ളിയുടെ കണ്ടന്റിൻ്റെ മേന്മകൾ കൊണ്ട് തന്നെയാണ് എനിക്കിഷ്ടമില്ല. പക്ഷേ പുള്ളി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ പുള്ളിയുടെ വീഡിയോയ്ക്കകത്ത് കുറേ സാധനങ്ങൾ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുക തൊപ്പിയുടെ ഡ്രൈവർ ഇങ്ങനെ ന്യൂസിലാണ്. മീഡിയക്കാരുടെ ചെറ്റത്തരതാ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാണ്ട്. മീഡിയക്കാരുടെ ചെറ്റത്തരത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, എന്താ ന്യൂസ് ആണെന്ന് അറിയോ? തൊപ്പിയുടെ ഡ്രൈവർ മയക്കുമരുന്നുമായി പിടിയിൽ നടക്കണം. തൊപ്പിയുടെ ഫ്ലാറ്റിൽ എന്തായിരുന്നു തമ്മനത്തെ തൊപ്പിയുടെ ഫ്ലാറ്റിൽ തൊപ്പിയുടെ ഡ്രൈവർ മയക്കുമരുന്നുമായി പിടിയിൽ നടത്താണ് ന്യൂസ് വന്നത്. അതായത് ന്യൂസ് വന്നത് തൊപ്പിയുടെ തമ്മനത്തെ ഫ്ലാറ്റിൽ തൊപ്പിയുടെ ഡ്രൈവർ മയക്കുമരുന്നുമായി പിടിയിൽ. ഇതാണ് ന്യൂസ് വന്നത്. പിടിച്ചോന്ന് പോലും എനിക്കറിയില്ല, ഉറപ്പില്ല, എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. എന്നിട്ട് അതുമായിട്ട് എൻ്റെ ഡ്രൈവറിന് ബന്ധമുണ്ട്. ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം. എൻ്റെ കുറെ കാലമായിട്ടുള്ള ഡ്രൈവർ എന്ന് പറഞ്ഞാൽ തൻസിയാണ്. ഓക്കെ, കുറെ ആൾക്കാർക്ക് അറിയാം. മുന്നേ ലൈവ് കാണുന്നവർക്ക് അറിയാം. എൻ്റെ പഴയ പണ്ട് മുതലേ എൻ്റെ ലൈവിലായാലും IRL-ആയാലും എല്ലാം ഡ്രൈവറായിട്ട് നിങ്ങൾ കാണുന്നത് തൻസിനല്ലേ. തൻസി കഴിഞ്ഞ മാസം ജോലിക്കൊന്ന് ഒഴിഞ്ഞ്. അപ്പൊ ഞാൻ പുതിയൊരാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് ഇവൻ വന്നിട്ട് ഭയങ്കര സ്നേഹം. ഇവനെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഗിഫ്റ്റ് തരാ ഇത് ഭയങ്കര സ്നേഹം. ഞാൻ ഇവനൊരു ജോലി കൊടുക്കാൻ വിചാരിച്ചു. നിങ്ങൾ കേൾക്കണം, ഇവൻ കേറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഇവനെ വന്നിട്ട് പോലീസ് പൊക്കിക്കൊണ്ട് പോയി. മനസ്സിലാ, എനിക്ക് ഇങ്ങനെയുള്ള പണി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഞാൻ ഇവന് എൻ്റെ വണ്ടീനെ താക്കോല് കൊടുത്ത് ഇവൻ എൻ്റെ ഡ്രൈവറായിട്ട് ഏൽപ്പിച്ചിട്ട് കടലോ പോകുന്നുണ്ട്. എനക്കൊന്നും ഇതൊന്നും അറിയില്ല. ഇവൻ എൻ്റെ വണ്ടി ഓടിച്ച് പോകുന്ന കണ്ടു നട്ടാന്ന് പോലീസുകാർ വന്നിട്ട് ഇവനെയും പിടിച്ചുകൊണ്ട് പോയി. എൻ്റെ വണ്ടിയും കൊണ്ടുപോയി, എൻ്റെ ബ്ലാക്ക് ഫോർച്യൂണർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഇതാണ് എനിക്ക് ഈ കേസുമായിട്ടുള്ള ബന്ധം. മനസ്സിലാ, അതായത് ഞാൻ ജോലിക്ക് ഒരു ട്രയലായിട്ടാണ് ട്രയലായിട്ട് ഒരാഴ്ച നീ ഓടിച്ചു നോക്കടാ, അല്ലെങ്കിൽ 10 ദിവസം നീ ഓടിച്ചു നോക്ക്, നീ ശരിയാണെന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നീ ഒന്ന് ഓടിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ട് ട്രയലായിട്ട് ഒരുത്തനെ ഞാൻ കയറ്റി നിർത്തിയാണ്. ഓന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ. അങ്ങനെ ആരോ എന്തോ ഈ മയക്കുമരുന്നായിട്ട് ബന്ധമുള്ള കേസ് ഉണ്ടായിന്. ഞാനെങ്ങനെയാണ് ഈ ലാവല് ഈ ലാവലെന്ന് പറഞ്ഞാൽ ന്യൂസുകാർ വാർത്ത കൊടുത്തതിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ന്യൂസുകാർക്ക് ഏതോ ഒരുത്തൻ്റെ ഫ്രണ്ട് വഴി ഏതോ ഒരുത്തന് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുമായിട്ട് പിടിച്ചു അല്ലെങ്കിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വ്യൂവർഷിപ്പ് ഇല്ല, അവർക്ക് ദമ്പടി കിട്ടത്തില്ല. പക്ഷേ തൊപ്പിയുടെ ഡ്രൈവർ എന്ന് പറയുമ്പോഴത്തേന് അതൊരു നോൺ ഫേസ് ആണ്. അതൊന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തൊപ്പി ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യും. അവർക്ക് ചാനലിനേക്കാൾ കൂടുതൽ വ്യൂസ് ഇപ്പോൾ പോകുന്നത് യൂട്യൂബിൽ തന്നെയാണ്. അല്ലെങ്കിൽ അവർ മത്സരിക്കുന്നത് യൂട്യൂബിലുള്ള മറ്റ് കണ്ടൻറ് ക്രിയേറ്റേഴ്സുമായിട്ടാണ്. അപ്പോൾ അവർക്ക് യൂട്യൂബിൽ ക്ലിക്ക് ബൈറ്റ് കിട്ടണം. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത സംഭവം വരികയാണെങ്കിൽ
തൊപ്പിയുടെ ഡ്രൈവർ ആയിരുന്ന ആൾ തൊപ്പിയുടെ കാറുമായി പൊക്കൊണ്ടിരുന്ന സമയത്ത് പോലീസ് അദ്ദേഹത്തിനെ ലഹരി പദാർത്ഥവുമായി പിടിച്ചു. അതിനകത്ത് തൊപ്പിയുടെ ഡ്രൈവറാണ്, തൊപ്പിയുടെ കാറാണ്, ഫോർച്യൂണറാണ്. അപ്പോൾ പിടിക്കുന്ന സമയത്ത് അതങ്ങനെ തന്നെയല്ലേ വരത്തുള്ളൂ. പിന്നെ അതിനകത്ത് നിങ്ങൾക്കതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ തിരക്കി അന്വേഷിച്ച് പിടിച്ച് വരുമ്പോഴല്ലേ മനസ്സിലാവത്തുള്ളൂ അല്ലേ? ബാക്കി കേൾക്കാം. ഇതെന്താ ഇത്? ഇവര് 2021 വണ്ടി പിടിച്ചിട്ട് വരുന്ന പറ്റാ ഇവരെന്താണ് പറയുന്നത്? കോൾ കാസ്ട്രോ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, കാസ്ട്രോനോട് എനക്ക് ഒരു ഇതും ഉണ്ടായിട്ടില്ല. അത് ഞാൻ ഓനൊക്കെ വണ്ടി തരില്ല എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് ലൈവിൽ എന്താ പറഞ്ഞത്? ലൈവിൽ ഞാൻ എന്താ പറഞ്ഞത്? ഓന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിന് ശേഷം ഒരു പരിപാടി കാണിച്ച് അതാണ് എനിക്ക് പൊട്ടിയത്. എനിക്ക് വണ്ടി തരാത്തതെല്ലാം ഒരാൾ ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് ഞാൻ പറയട്ടെ അപ്പോൾ അത് തൊപ്പി ചെയ്തൊരു നല്ല കാര്യമാണ്. കാരണം പുള്ളിക്കാരൻ വണ്ടി ചോദിച്ചു, പുള്ളിക്കാരൻ വണ്ടി കൊടുത്തില്ല, തൊപ്പി അതിനെ വന്നിട്ട് കുറ്റപ്പെടുത്തിയില്ല. അത് അവൻ്റെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു. ഇപ്പോൾ തൊപ്പിയുടെ ഒരു ഫ്രണ്ട് ആ കാർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുമോ എന്നൊരു ചോദ്യം അവിടെ വരും. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. കാറിൻ്റെ പുള്ളിയുടെ നല്ല മനസ്സ് രണ്ടുപേരുടെയും. ഇത് ഞാനും കാസ്ട്രോയുടെ സൈഡ് കേട്ടോ. എൻ്റെ വണ്ടി ഇങ്ങനെ ഒരാൾ ചോദിച്ചാൽ ഞാൻ കൊടുക്കത്തൊന്നുമില്ല. എനിക്ക് ഫോർച്യൂണറൊന്നും ഇല്ല കേട്ടോ, ഫോർച്യൂണറും BM ഒന്നും ഇല്ല, ഒരു കുഞ്ഞ് ഓലയുണ്ട്. അത് എന്ന് വെച്ചാൽ വണ്ടി സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങുന്നത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കണമെന്നില്ല, ഓക്കെ വാട്ടവർ. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു പരിപാടി ചെയ്തു. പണ്ടൊരു 1.5 കൊല്ലം മുന്നേ ഞാനും എൻ്റെ BMW, ഞാൻ ആദ്യമായിട്ടൊരു കാർ, നാനോലും ഇല്ലാത്ത ടൈമാണ് എനിക്ക്. ആ ടൈം ഞാൻ ആദ്യമായിട്ടൊരു കാർ കയറും, BMW കയറുന്നത്. എന്നിട്ട് ഓൻ സ്പീഡിൽ പോകുമ്പോൾ ഞാൻ പേടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒരു 1.5 കൊല്ലം മുന്നുള്ള വീഡിയോ. ആ വീഡിയോ ഇപ്പൊ എടുത്ത് ഇട്ടിട്ടാണ് അവന്. ഇപ്പൊ അല്ല, കുറച്ച് ദിവസം മുന്നേ ഞാൻ ഈ ഇടക്ക കണ്ടത്. പക്ഷേ അതാണ് എനിക്ക് പൊട്ടിയത്. അതാണ് ഞാൻ പോയി BM എടുത്തത്. മനസ്സിലാവും അനക്ക്? ആദ്യം എനിക്ക് ഇവൻ ചെയ്തത് ന്യായമായിട്ടുള്ള, ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, വണ്ടി ഓടിക്കാൻ തരാത്തത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇവൻ എന്നെ എടുത്ത് വിറ്റ്. അപ്പൊ ഞാൻ ഇവനെ തിരിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഒരു കണ്ടന്റ് എന്നുള്ള ലെവലിൽ മറ്റേ വീഡിയോ ചെയ്തത്. മനസ്സിലാ? ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കി വിറ്റതാ. അത് കുഴപ്പമായിട്ട് എടുക്കണ്ട, കാര്യമായിട്ട് എടുക്കണ്ട. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം ഈ വിൽപ്പന തുടങ്ങിയതാരാ? തൊപ്പിയാണ് ഫസ്റ്റ് ഈ വിൽപ്പന തുടങ്ങുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ലൈവിൽ കാസ്ട്രോയോട് പോയി വണ്ടി ചോദിച്ചു. അത് കുഴപ്പമില്ല, നല്ല ഇൻറ്റൻഷനോടെ ചോദിച്ചു. പുള്ളിക്കാരൻ വണ്ടി തരത്തില്ലെന്ന് പറഞ്ഞു, അതും കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കാരൻ നിർത്തിപ്പോയി. അവിടെ അനാവശ്യമായി ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തതാരാ? നിങ്ങളുടെ കൂടെയുള്ള അച്ചായനും ടീമുമാണ്. അവിടെ ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി, അദ്ദേഹമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, ഇഷ്യൂ എല്ലാം ഉണ്ടാക്കി. ഈ ഉണ്ടാക്കിയതിന് ശേഷം താങ്കൾക്ക് വലിയ രീതിയിലുള്ള ഫാൻ ഫോളോയിങ് ഉണ്ട്. താങ്കളെ ഇഷ്ടപ്പെടുന്ന താങ്കളുടെ ഫാൻസ് അദ്ദേഹത്തെ വളരെ അതിക്രൂരമായി സൈബർ ബുള്ളിങ് ചെയ്യാൻ തുടങ്ങി. താങ്കളുടെ തെറ്റില്ല, അദ്ദേഹത്തിൻ്റെ തെറ്റല്ല. ഈ ചില ടോക്സിക് ആയിട്ടുള്ള ആരാധകർ സൈബർ ബുള്ളിങ് ചെയ്യാൻ തുടങ്ങി. ഈ സൈബർ ബുള്ളിങ്ങിനൊരു അന്ത്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ എൻ്റെ വണ്ടിയിൽ കയറ്റി ഓടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി പുള്ളിയെ തിരിച്ചിട്ടു. അതും തെറ്റായിട്ട് തോന്നില്ല. അത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ വിൽക്കാൻ നോക്കിയതും ലൈവിൽ ചെയ്തതും മോശമാണ്. ഈ അച്ചായൻ എന്തൊക്കെ തോന്നിയോ അന്ന് കാസ്ട്രോയോട് പറഞ്ഞേ. അപ്പോൾ പുള്ളി അത് ഇച്ചിരി ബോധത്തോടെ കാണിക്കണം. ഇനി ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ തൊപ്പി തിരികെ വന്നിരിക്കുകയാണ്. തൊപ്പി തിരികെ വന്ന സാഹചര്യത്തിൽ തൊപ്പി എന്ന ക്യാരക്ടർ അല്ല ഈ തവണ. നിഷാദ് എന്ന് പറയുന്ന ആളാണ് നിഹാദാണ് ഈ തവണ ആളായിട്ട് മാറിയിരിക്കുന്നത്. തൊപ്പി എന്ന് പറയുന്ന ഒരു പൊട്ടൻ ക്യാരക്ടർ ഇനിയില്ല, കോമാളിയാകാൻ ഞാൻ ഇനിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ തിരിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ ആ പുള്ളിക്കാരനെ കൊണ്ട് അത് നടക്കുമെന്ന് എനിക്ക് സംശയമാണ്. ചില ആൾക്കാർ ചില ദുശീലങ്ങളൊക്കെ തുടങ്ങിയിട്ട് അത് നിർത്തണമെന്ന് നോക്കിയിട്ട് നിർത്താതിരിക്കുക, അങ്ങനെ ഒരു സാഹചര്യം വരത്തില്ല. അതുപോലെ എനിക്ക് തോന്നിയത് അതിനുള്ള കാരണം തൊപ്പിയുടെ കൂടെയുള്ള കുറച്ച് ടീംസ് ഉണ്ടല്ലോ, അവർ തൊപ്പിയെ നന്നാകാൻ സമ്മതിക്കത്തില്ല. എക്സാമ്പിൾ ആണോ എന്നാ കണ്ടോ? ആ ബാക്ക്ഗ്രൗണ്ടിൽ അവന്മാർ ചെയ്യുന്ന കോപ്രായി നിങ്ങൾ കണ്ടോ? അവൻ്റെ ജുങ്കിൻ്റെ മണ്ണി ഇപ്പൊ വാക്യൂം ക്ലീനർ എടുത്തോണ്ട് പോയേനെ, കണ്ടോണേ. നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. ഈ വട്ടണയും പൊട്ടണയൊക്കെ വെച്ചോണ്ട് ഈ തൊപ്പി എങ്ങനെ നന്നാവുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. തൊപ്പി എങ്ങനെ നന്നാവുന്നത്? അദ്ദേഹം നന്നാവണോ, അദ്ദേഹം ഏത് തരത്തിലുള്ള കണ്ടന്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പുള്ളിയുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിനൊന്നും നമ്മൾ കൈയടത്തുന്നില്ല. പുള്ളിയെ പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ തൊപ്പി എന്നുള്ള ക്യാരക്ടറിനെ കണ്ടിട്ട് തന്നെയാണ്. അതായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷേ അദ്ദേഹം നന്നാകണം എന്ന് ചിന്തിക്കുമ്പോഴത്തേനും കൂടെ നിൽക്കുന്ന ആളുകൾ കാണിക്കുന്ന, ഇനി ഈ കൂടെ നിന്ന ആളുകൾ കാണിച്ച മറ്റൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ലൈവിൽ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണേ. തറയിൽ പപ്പടമാക്കി വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഈ വാക്യൂം ക്ലീനർ ജിങ്കിൻ്റെ മണ്ണി പിടിച്ച് വലിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. ലാസ്റ്റ്
കൊച്ചു ചെറുക്കനാണവൻ. ഇനി ഇതുപോലെ തന്നെ ലവൻ്റെ മൈക്ക് വരുമ്പോഴത്തേനും ലവൻ ചവിട്ടി കൂട്ടും തൊപ്പിനെ. കണ്ടോ? ഇത് പോകില്ല, ഇതങ്ങനെയൊന്നും വിട്ടു പോകില്ല. മൈക്ക് പൊട്ടിയതോ ഇതങ്ങനെ വിട്ടു പോകില്ലടാ, അതാണ് പ്രശ്നം. നീ അങ്ങനെ ഒഴിവാക്കാൻ അതാ ഞാൻ പറഞ്ഞു, ഇവരെ നൈസായിട്ട് ഒഴിവാക്കണം, മനസ്സിലാവും. വല്ല നാരങ്ങ മിഠായും കൊടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും തൊപ്പിക്ക് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തൊപ്പി ആണ് ആ ടീമിൻ്റെ ലീഡർ. തൊപ്പി പറയുന്ന അനുസരിച്ച് തൊപ്പിയിൽ ക്യാരക്ടറിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ ചേഞ്ച് അവിടെ എല്ലാവരും പ്രതിഫലിക്കണം. അവിടെയാണ് തൊപ്പിയുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം വരുന്നത്. തൊപ്പി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മാറ്റി, ഇനി തൊപ്പി എന്ന് പറയുന്ന ആളില്ല, ഇനി ഞാൻ മറ്റൊരു ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ ടീം അതിനോട് സഹകരിച്ചില്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടുക്കൂടെ ഒരു ആക്ഷൻ ഫിലിം പോകുമ്പോഴത്തേനും സൈഡിൽ കൂടെ കുറേ കാർട്ടൂൺ പോകുന്ന പോലെ അല്ലെങ്കിൽ കുറേ കോമഡി ഫിലിം ഓടുന്നത് പോലെ ഇരിക്കും ഈ സംഭവം. അപ്പോൾ ഇതെല്ലാം സ്ക്രിപ്റ്റാണ്, ഇതെല്ലാം എൻ്റർടൈൻമെൻ്റ് ആണ്, അവർ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുകയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ തൊപ്പീനെ ഈ കൂടെ നിൽക്കുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് റെസ്പെക്റ്റ് ചെയ്തതിനെ കുറച്ച് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു ചാനലിൻ്റെ ഫേസ് തൊപ്പിയാണ്. തൊപ്പി പറയുന്ന അവിടെ ഇംപ്ലിമെൻ്റ് ആണ്. എടാ നീ അവിടെ പോ എന്ന് പറഞ്ഞാൽ പോലും ഒരാൾ കേൾക്കാറില്ല. എടാ അവിടെ ലൈവ് പോവാണ് സൗണ്ട് ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞാൽ കേൾക്കാറില്ല. സോ തൊപ്പി മീൻസ് അത് തെറ്റൊന്നുമല്ല കേട്ടോ, അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭവിക്കുന്നതാണ് അതൊക്കെ. അതുകൊണ്ട് തൊപ്പിക്ക് ഈ ക്യാരക്ടറിലേക്ക് മാറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് തൊപ്പി ഇത് കഴിഞ്ഞ് രണ്ടാമതൊരു വീഡിയോ ഇട്ടു. ഈ വീഡിയോ സീക്രട്ട് ഏജൻറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജൻറ്റിനെ കോൾ ചെയ്യുന്നുണ്ട്, ഈഗിളിനെ കോൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ വിട്ടിട്ട് തൊപ്പി ഈ ക്യാരക്ടർ ഷിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവില്ല ചിലപ്പോൾ, പക്ഷെ ഞാൻ ഹാപ്പി ആവും. ഞാൻ എൻ്റെ ഹാപ്പിനെസ് നോക്കിയാൽ പോലെ. അത് അങ്ങനെയല്ലേ, അതല്ല അതിൻ്റെ ഒരു ഇത്. ഞാൻ കുറേ കാലം നിങ്ങളെ ഹാപ്പിനെസ് നോക്കിയില്ലേ, ഞാൻ കുറച്ച് ഞാൻ എൻ്റെ ഹാപ്പിനെസ് നോക്കണ്ടേ അല്ല. അവിടെ കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. അല്ല വേണ്ട സ്വിച്ച് ചെയ്യാൻ കയ്യിൽ. അതായത് മറ്റേ അന്യൻ അമ്പി റമ്മ പോലെ ഇടയ്ക്കിടയ്ക്ക് ആ തൊപ്പി ഇങ്ങനെ ചാടി വരുന്നുണ്ടോ എന്നൊരു സംശയം. അത് വരണോ വരണ്ട എന്നുള്ളത് പുള്ളിയുടെ തീരുമാനമാണ്. അത് പുള്ളിയുടെ ഉചിതം പോലെ ചെയ്യട്ടെ. ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ പോട്ടെ, കുറച്ച് ദിവസം എൻ്റെ ബൈക്ക് വിടാം. അതല്ല അതിൻ്റെ ഒരു ഇത്. കുറച്ച് ദിവസം ഞാൻ ഹാപ്പി ആയിട്ട് സ്ട്രീം ചെയ്യട്ടെ അല്ല. അതാ യെസ് ഡബ്ല്യൂ ഇടുന്നുണ്ട്, കുറേ ആൾ ഡബ്ല്യൂ ഇടുന്നുണ്ട്. യെസ് അതാ നല്ലത്. അതാ പ്രാന്തങ്ങളി കാണാൻ വരുന്നവര് മനസ്സിലാക്കുക, ഇതിൽ പ്രാന്തങ്ങളി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കാണുന്നവർ കാണുക. അല്ലെങ്കിൽ ഞാൻ എന്താ പറയണ്ടോ, എനിക്കിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, വി മിസ് യു മല്ലു ഐസോ സ്പീഡ്. കണ്ടാ ഒരുത്തം വന്നിട്ട് വി മിസ് യു മല്ലു ഐസോ സ്പീഡ് എന്നല്ല. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ എത്ര കാലം ഞാൻ ജീവിക്കൂടാ. എൻ്റെ മെന്റൽ ഹെൽത്ത് നിങ്ങൾ നോക്കണം, മനസ്സിലാവും. എൻ്റെ മെന്റൽ ഹെൽത്ത് നിങ്ങൾ നോക്കണം. എനിക്ക് ഒന്നാമത് എനിക്ക് എന്തെല്ലോ പ്രശ്നമുള്ള, ഞാൻ ഡിപ്രഷൻ്റെ മരുന്ന് അടക്കം കഴിക്കുന്നത്. ഞാൻ പിന്നെ ആ ക്യാരക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ മോനെ അത് സീനം. അതെ, അതാണ് ആ ക്യാരക്ടറായിട്ടുള്ള പ്രശ്നം. ആ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്തു തുടങ്ങി. അതിൽ നിന്ന് അദ്ദേഹം പുറത്തു വരണമെന്ന് ചിന്തിക്കുന്നു. അദ്ദേഹം പുറത്തു വരണമെന്ന് ചിന്തിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും അതേസമയം ഇദ്ദേഹത്തെ കാണുന്ന ലൈവിലുള്ള ആളുകളും അത് സമ്മതിക്കുന്നില്ല. ലൈവിലുള്ള ആൾക്കാരാണ് ലവനെ കിക്ക് അതങ്ങനെ തൊപ്പി തിരിച്ചു എന്നൊക്കെ പറയുന്നത്. പുള്ളിയുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യട്ടെ. ആ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ നോക്ക്. തൊപ്പിയാണ് നിങ്ങൾ ഇപ്പോൾ പുള്ളി ചെയ്യുന്ന കണ്ടന്റ് അത് തന്നെയാണ്. ഡിസ്കോഡ് റിയാക്ഷൻ, ലൈവ് സ്ട്രീമിങ്, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ തൊപ്പി എന്ന് പറയുന്നൊരു സ്റ്റൈല് കാണില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സ്റ്റൈലായിരിക്കും. നിങ്ങൾ കണ്ടു നോക്കൂ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നോക്കൂ, എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം. പക്ഷേ ഞാൻ ഇദ്ദേഹത്തിനെ അങ്ങനെ ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല, എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇവരെ ആരും അങ്ങനെ ഫോളോ ചെയ്യുന്നതല്ല കേട്ടോ. ഏതായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഏതായാലും പുള്ളിക്കാരൻ ചാരത്തിൽ നിന്നും കുതിച്ച് പറക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങളുടെ തൊപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.